ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം സ്ട്രക്ചേഴ്സ്, ക്വാണ്ടം സൈസ് എഫക്റ്റ് ആൻഡ് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ക്വാണ്ടം സൈസ് നമ്മൾ QAC ഷോർട്ട് ഫോമിൽ എഴുതാം. അതുപോലെ ക്വാണ്ടം ഡോട്ട്സിനെ QD എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇതിലെ ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറ്റംസ് ഇൻ നാനോ ലെവലിലും അല്ലെങ്കിൽ നാനോ ലെവൽ അല്ല ആറ്റംസും മോളിക്യൂൾസ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരുടെ എനർജി ലെവൽസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ബൾക്ക് മെറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൾക്ക് മെറ്റലില് നമുക്കറിയാം ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു എൻറ്റയർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഒരു സിംഗിൾ ആറ്റം ആയിട്ട് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബൾക്ക് മെറ്റൽ എന്നാണ് എനർജി ലെവൽസ് എന്ന് പറയുന്ന ഒരുപാട് ആറ്റംസ് ചേർന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത ഒരു ഫോമിലായിരിക്കും. പക്ഷെ നമ്മളിവിടെ ആറ്റം ലെവലിൽ നോക്കുകയാണെങ്കിൽ ദേ ആർ ഡിസ്ക്രീറ്റ്, നമുക്ക് ഓരോ ലെവലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ആറ്റം മോഡിഫിക്കേഷൻ പ്രോപ്പർട്ടീസ്, ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ക്വാണ്ടം ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ക്വാണ്ടം സ്കെയിലില് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം സൈസ്, നാനോ സ്ട്രക്ചേഴ്സ്, അവരുടെ എനർജി അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ക്യാൻ ബി കൺട്രോൾഡ്. പക്ഷെ ബൾക്കിന് നമുക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല പ്രോപ്പർട്ടീസ്, അത് ഇൻഹറന്റ് ആയിട്ടുള്ളതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ക്വാണ്ടം സൈസ്, നാനോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. Next we are going to discuss about the quantum size effect. Quantum size effect നമ്മൾ പറയുമ്പോൾ ഒരു ബൾക്ക് മെറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ബൾക്ക് പ്രോപ്പർട്ടീസ്. ലൈക്ക് ഒരു മെറ്റലിന്റെ നോക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ വരാം, കറണ്ട്, പൊട്ടൻഷ്യൽ, റെസിസ്റ്റൻസ്, ഇതെല്ലാം വരാം. പക്ഷെ അതിന്റെ ബാൻഡ് നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മർജ്ഡ് ആണ്. വാലൻസ് ബാൻഡും കണ്ടൻസ് ബാൻഡും മർജ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ്, മെറ്റൽസിൽ എങ്ങനെയാണ് എനർജി ബാൻഡ് ഗ്യാപ്സ് വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പൊ നോൺ മെറ്റൽസ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. മെറ്റൽസിലാണെങ്കിൽ അതൊന്ന് ഓവർലാപ്പ് ചെയ്തതുപോലെ ആയിരിക്കും, കാരണം വാലൻസ് ടു കണ്ടക്ഷൻ ബാൻഡ് ട്രാൻസ്ഫർ ഈസി ആയിട്ട് നടക്കും. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇവർ രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് വരുന്നത്. പക്ഷെ when we are converting this bulk to nano form, ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസ്, എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആവുകയും ചെയ്യും. ദ പ്രോപ്പർട്ടീസ് ക്യാൻ ബി കൺട്രോൾ ലൈക്ക് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. നിങ്ങൾക്ക് അത് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാനുണ്ട്, പാർട്ടിക്കിൾ ഇൻ നോൺ ഡയമെൻഷണൽ ബോക്സ് എന്നുള്ളത്. അപ്പോൾ ഈ ക്വാണ്ടം എനർജി ലെവൽസിൽ ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിന്റെ എനർജി ലെവൽസ് നമുക്ക് ആണ് ആൻഡ് ദ പ്രോപ്പർട്ടീസ് ക്യാൻ ബി കൺട്രോൾഡ്. ഈ എഫക്റ്റിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ബൾക്ക് മെറ്റീരിയൽ ആറ്റത്തിന്റെ സൈസ് 10⁻⁻10 ആണ്. അതേപോലെ ഒരു നാനോ സൈസ് എന്ന് പറയുന്നത് 10⁻⁹ സെന്റിമീറ്റർ ആണ്. അപ്പൊ ജസ്റ്റ് ഒരു സ്മോൾ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഒരു ക്ലസ്റ്റർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് നാനോ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ക്വാണ്ടം കൺഫൈൻമെന്റിന്റെ സമയത്ത് ഈ നാനോ പാർട്ടിക്കിൾസിന് അവരുടെ ബൾക്ക് മെറ്റീരിയലിനെ കാട്ടിയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വരുന്നത്, ബിക്കോസ് ഡ്യൂ ടു ദ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ വീക്കസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്
they are loosely bound. ഇപ്പൊ നേരത്തെ നമ്മുടെ മെറ്റൽ ബൾക്കിനകത്ത് ഇമേഴ്സ്ഡ് ആയിരുന്ന ഇലക്ട്രോൺസ് when they are converting to the nano forms they become weakest bound electrons ആയിട്ട് മാറും. They get delocalized. And this is called quantum confinement and this is referred as quantum size effect. Okay. About occupying in the quantized levels. ഈ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിൽ ഒക്യുപ്പൈ ചെയ്യുകയും ആൻഡ് ദ പ്രോപ്പർട്ടി ക്യാൻ ബി ട്യൂൺഡ് ലൈക്ക് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം സൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു മെറ്റൽ കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് ഓംസ് ലോ വഴിയാണ്. I=V/R. ബട്ട് വെൻ വി ആർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു എ നാനോ ഫോം നമുക്ക് ഓംസ് ലോ തന്നെ ഒബേ ചെയ്യണമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ദ പ്രോപ്പർട്ടി ഗെറ്റ് ബി ചേഞ്ച് ടു ദ ഇലക്ട്രോണിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. ബൾക്ക് മെറ്റലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ബൾക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അപേക്ഷിച്ച് നമ്മൾ ക്വാണ്ടം സൈസിലോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ നാനോ സൈസിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ദ പ്രോപ്പർട്ടി ഗെറ്റിംഗ് എൻറ്റയർലി ഡിഫറെന്റ് ഡ്യൂ ടു ദിസ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ്. അപ്പം ഈ സർഫസിലുള്ള ഇലക്ട്രോൺസ് കാരണം അവരുടെ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെന്റ് ആവുന്നതുകൊണ്ടാണ് ഈ യുണീക്നെസ് നമുക്ക് നാനോ മെറ്റീരിയൽസിന് കിട്ടുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻമെന്റ് അല്ലെങ്കിൽ ക്വാണ്ടം സൈസ് എഫക്ട് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ട്യൂൺഡ്, അതും കൂടി നമുക്ക് അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ സൈസ് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, This is an example for the quantum confinement. ഇതിൽ നമുക്ക് കാണാം ക്വാണ്ടം പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അവരുടെ ബാൻഡ് ഗ്യാപ്പിന്റെ ഡിഫറൻസ് വരുന്നത്, അതുപോലെ തന്നെ സൊല്യൂഷന്റെ കളർ ചേഞ്ചസ്. ഇവിടെ ബിഗർ പാർട്ടിക്കിളിന് റെഡ് കളറും അതേപോലെ സ്മോളർ പാർട്ടിക്കിൾസിന് ബ്ലൂ കളറും ആണ്. അപ്പൊ ഇത് ഒരു ഫ്ലൂറസെൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എന്താണ് ക്വാണ്ടം പാർട്ടിക്കിൾസിന്റെ ഇമേജ് ആണ്. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരുടെ കളർ മാറുന്നുണ്ട്. ദർ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആർ വേരിയിങ്. അതേപോലെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് നമുക്ക് വേരി ചെയ്ത് കിട്ടുന്നതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ട്യൂൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കളർ ട്യൂൺ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. Next we are going to discuss about the quantum dots. Quantum dots ഒരു 0 dimension നാനോ മെറ്റീരിയൽ ആണ്. കാരണം spherical structures ആയിരിക്കും അല്ലെങ്കിൽ cubical structures ആയിരിക്കും. All the dimensions are in the nano scale. അതിനെയാണ് നമ്മൾ quantum dots എന്ന് പറയുന്നത്. Usually based on the semiconductor materials ആയിരിക്കും നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയും quantum dots എന്ന് പറയുന്നത്. കാർബണിൻ്റെത് വരാം, ഗ്രാഫീൻ്റെത് വരാം, അല്ലെങ്കിൽ മെറ്റൽസ് ആയിട്ട് ഡോപ്പ് ചെയ്ത് കാഡ്മിയം സൾഫൈഡ് അങ്ങനെയുള്ളത് വരാം. അപ്പൊ ഇങ്ങനെ എല്ലാ ഡയമെൻഷനും നാനോ റേഞ്ചിൽ വരുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ ക്വാണ്ടം ബിഹേവിയർ ദ എക്സിബിറ്റ് ഇൻ ദ ഇലക്ട്രോണിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതിനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വരാൻ കാരണം എന്ന് പറയുന്നത് മെയിൻ തിങ് എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെന്റ് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. സ്പെറിക്കൽ ഡോട്ട്സ് തന്നെയായിരിക്കും എല്ലാ ഡയമെൻഷനിലും നാനോ ലെവലായിരിക്കും അവരുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കാണിച്ച
കളേർഡ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട്സിന്റെ ആണ്. അപ്പൊ ക്വാണ്ടം ഡോട്ട്സിന് ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതൊരു ഓരോ സൈസിനനുസരിച്ച് അവരുടെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ ഇമേജസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് അല്ല ഇത് നമ്മൾ ഇലക്ട്രോൺ ബീംസ് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ആണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പെറിക്കൽ ആയിട്ട് ഡോട്ട് ആയിട്ട് ക്വാണ്ടം ഡോട്ട്സിന്റെ ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സെമ്മിൽ കാണാൻ പറ്റില്ല, അതിനെ സ്മോൾ സൈസ് ആയതുകൊണ്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ 1 നാനോമീറ്റർ അല്ലെങ്കിൽ 2 നാനോമീറ്റർ സൈസിൽ ഇതേപോലെ ഡോട്ട്സ് ആയിട്ട് നമുക്ക് അതിന്റെ സൈസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. രണ്ട് രീതിയിലാണ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ഇപ്പൊ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത് അവരുടെ പേര് പോലെ തന്നെ ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുന്നതിനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ലിത്തോഗ്രാഫി എന്ന് പറയുന്നത് കാർവിങ് അല്ലെങ്കിൽ എച്ച് ചെയ്തെടുക്കുക. അത് നമുക്കൊരു വേഫേഴ്സ് പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ എച്ച് ചെയ്തെടുക്കാം. അതായത് പർട്ടിക്കുലർ നാനോ ഡിസൈൻസ് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് ആറ്റംസും മോളിക്യൂൾസും ചേർത്ത് നമുക്ക് നാനോ സൈസിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ചിനായാലും ശരി, ബോട്ടം അപ്പ് അപ്രോച്ചിനായാലും ശരി. ടോപ്പ് ഡൗൺ അപ്രോച്ചിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നാനോ ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. നാനോ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ ലിത്തോഗ്രാഫി നമുക്കറിയാം, നമുക്ക് കാർവ് ചെയ്തെടുല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്, കാർവിങ്സ് എടുക്കുന്നതാണ്. അപ്പോൾ നാനോ ഫോമിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒരു ഏതെങ്കിലും സർഫസിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ നാനോ ലിത്തോഗ്രാഫി. നാനോ സ്ട്രക്ചേഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്. അതിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ലൈറ്റ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ടും ഈ ലിത്തോഗ്രാഫി ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും സർഫസിൽ നമ്മൾ താമരയുടെ ഇലയുടെ സർഫസ് നമ്മൾ സെമ്മിൽ കാണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാനോ പ്രോബ്സ് ആയിരിക്കും അതിന്റെ സർഫസിൽ. അപ്പൊ അതേപോലത്തെ സർഫസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ സെൽഫ് ക്ലീനിങ് സർഫസ്. താമരയുടെ ഇലയുടെ പ്രോപ്പർട്ടീസ് വരുന്ന സർഫസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ AFM പറഞ്ഞു. AFM എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു പ്രോബ് ടിപ്പ് കാണും. ആ ടിപ്പിന്റെ അറ്റത്ത് ഒരു ആറ്റം ലെവലിലാണ് നമ്മൾ ഒരു സർഫസ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ അതേപോലത്തെ ടിപ്സ് യൂസ് ചെയ്ത് ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ നാനോ സർഫസ് അല്ലെങ്കിൽ നാനോ പ്രോബ്സ് ഓൺ ദ സർഫസ്, then it is called a നാനോ ലിത്തോഗ്രാഫി. അപ്പൊ ഇതേപോലത്തെ നാനോ സർഫസ് വെച്ചിട്ട് ഏതെങ്കിലും അറ്റോമിക് ആറ്റം സൈസ് പ്രോബ്സ് വെച്ചിട്ട് ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ നാനോ സ്ട്രക്ചേഴ്സ് ഓൺ എ സർഫസ്, ഇറ്റ് ഈസ് കാൾഡ് നാനോ ലിത്തോഗ്രാഫി. അതിന് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം. ലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതുണ്ട്, ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ട് ചെയ്യുന്നതുണ്ട്. നാനോ സ്കെയിലുള്ള പാറ്റേൺസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ചിപ്സ്, അതിൽ സർക്യൂട്ട് ബോർഡ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ സൈസ് നമുക്ക് നാനോ ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ ഡിവൈസിന്റെ സൈസ് തന്നെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ നാനോ ലിത്തോഗ്രാഫിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ രണ്ട് രീതിയിലാണ് വരുന്നത്. ഫോട്ടോ ലിത്തോഗ്രാഫിയും അത് ലൈറ്റ് ബീംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നാനോ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി ഉണ്ട്. അതിൽ ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ ലിത്തോഗ്രാഫിയിൽ നമുക്ക് ഏത് ഡിസൈൻ ആണോ പാറ്റേൺ ആണോ വരുന്നത് ആ ഡിസൈനിലുള്ള പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോട്ടോ റെസിസ്റ്റ് ആയിട്ടുള്ള എക്സെപ്റ്റ് ആ പോർഷൻസ്, ബാക്കി എല്ലാ പോർഷൻസിലും ഫോട്ടോ റെസിസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് ലൈറ്റ് ഇറേഡിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസോൾവ് ആയി പോകുന്നത് ആ ഒരു പോർഷൻ നമുക്ക് ആ നാനോ പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ ഫോട്ടോ ലിത്തോഗ്രാഫി. വി ആർ എക്സ്പോസിങ് ഷോർട്ട് വേവ് ലെങ്ത്
ലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് വേവ് ലെങ്ത് നമ്മൾ ഹൈ എനർജി ആയിരിക്കും. സോ ഇറ്റ് വിൽ ഡിസോൾവ് ദ മാറ്റർ. പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അത് ഡിസോൾവ് ചെയ്യിച്ചിട്ട് ഒരു പർട്ടിക്കുലർ നാനോ പാറ്റേൺസ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ് ഓൺ ദ സർഫസ്. ഇതിനാണ് ഫോട്ടോലിത്തോഗ്രാഫി. ഇവിടെ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീംസ് ഫോക്കസ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഏരിയ. അത് ആ ഒരു ഏരിയയിൽ മാത്രം ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. ബാക്കി ഇലക്ട്രോൺ ബീം റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഫോട്ടോ റെസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ഉണ്ട്, ഇലക്ട്രോൺ ബീം റെസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ PMMA എന്ന് പറയുന്ന പോളിമീഥൈൽ മെത്താക്രിലേറ്റ് എന്ന പോളിമർ ആണ് യൂഷ്വലി റെസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോലിത്തോഗ്രാഫിയിൽ. ബാക്കി അത് കോട്ട് ചെയ്യുന്ന ഭാഗത്ത് പ്രിവെന്റ് ചെയ്യും, എച്ചിങ് പ്രിവെന്റ് ചെയ്യും, മറ്റടുത്ത് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നാനോ എച്ച്ഡ് സർഫസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും എന്താണ് കണക്ടിങ് ഏരിയാസ് വേണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ബോർഡ്സിൽ ഇതേപോലെ എന്തെങ്കിലും നാനോ കണക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ഇതേപോലെ ലിത്തോഗ്രാഫിക് ടെക്നിക്കിൽ കൂടെ ഒന്ന് ഡോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു വേഫറിന്റെ സർഫസിൽ ഇതേപോലെ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇതേപോലെ നാനോ പ്രോപ്സ് പോലത്തെ സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നത്. അപ്പൊ അതില് നാനോ പ്രോപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താമരയുടെ ഇലയുടെ സർഫസിൽ കാണുന്ന പോലത്തെ പ്രോപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. രണ്ട് രീതിയിൽ നമുക്ക് നാനോ ലിത്തോഗ്രാഫി ചെയ്യും. അത് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആറ്റംസും മോളിക്യൂൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ സെൽഫ് അസംബിൾഡ് വേയില് അസംബിൾ ടുഗദർ ടു ഫോം ദ നാനോ മെറ്റീരിയൽസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അയോൺസിനെ അല്ലെങ്കിൽ സാൾട്ട്സ് ആയിരിക്കും എടുക്കുന്നത്. സാൾട്ട്സ് എടുത്തിട്ട് അതിനെ റെഡ്യൂസിങ് മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആറ്റംസ് ആയിട്ട് മാറും. അത് ആ ആറ്റം എന്ന് പറയുന്നത് മെറ്റൽ ആറ്റം ആണ്. മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് അത് നാനോ സ്കെയിലിൽ നമുക്ക് എന്തെങ്കിലും സർഫാക്റ്റൻസോ അല്ലെങ്കിൽ സർഫസ് പ്രൊട്ടക്ടിങ് ഏജൻസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ നമ്മൾ സെൽഫ് അസംബ്ലിയിലൂടെ ഒരു നാനോ ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനാണ്, അതായത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. For example, അപ്പൊ ഇതേപോലെ ഈ നാനോ ഫോമിലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സർഫസ് എനർജി എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അപ്പൊ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടും. ഒരു ടെക്നിക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്കാണിത്. This is a piece of 24-karat gold, and this is a vial of isopropyl alcohol. If we submerge the gold and etch it with a fiber laser, the solution starts to turn a purple color instead of yellow as you'd expect. These are actually gold nanoparticles being created. The color is caused by something called plasmon resonance. Because the nanoparticles are so small, electrons on the surface of the particles begin to oscillate. ഈ കാണിച്ചത് നമ്മള് ബൾക്ക് ചെയ്യുന്ന നാനോ ഫോമിലേക്ക്, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഈ കാണിച്ചത്. അതേപോലെ ബോട്ടം അപ്പ് അപ്രോച്ചും ഉണ്ട്. ഗോൾഡ് എന്ന് പറയുന്ന സോൾട്ട് AU3+ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഗോൾഡ് വിൽ ബി കൺവേർട്ടിംഗ് ടു ദ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗോൾഡ് സീറോ ആയിട്ട് മാറും. അതായത് സീറോ എന്ന് പറഞ്ഞാൽ മെറ്റൽ ആണ്.
മെറ്റല് അതിന്റെ ഏതെങ്കിലും നമുക്ക് സർഫസ് പ്രൊട്ടക്ടിങ് ഏജൻസ് വല്ലതും ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ടു ദർ നാനോ ഫോംസ്. ഇങ്ങനെ നാനോ പാർട്ടിക്കിൾ ആയിട്ട് നമുക്ക് ക്ലസ്റ്റേഴ്സ് അതിനകത്ത് കാണും. സർഫസ് പ്രൊട്ടക്ടിങ് ഏജൻസ് നമുക്ക് അതിന്റെ ചുറ്റും കാണും. അപ്പൊ അതൊരു നാനോ ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ടിങ് ഏജൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗോൾഡ് അത് താഴെ ബ്ലാക്ക് പൗഡർ ആയിട്ട് സെറ്റിൽ ചെയ്യും. ഇത് അതേപോലെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഗോൾഡ് സൊല്യൂഷനിലേക്ക് എന്തെങ്കിലും നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നതാണ് ഈ സൊല്യൂഷൻ. ഇതാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.